ജ്യോതിഷവും പേരിടലും. അമ്മേ നമസ്തേ. നമസ്തേ. സാധാരണ രീതിയിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു അച്ഛനും അമ്മയും പേരിടാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്കും. പലരോടും പേര് ചോദിക്കും. പക്ഷേ മുൻപത്തതിനേക്കാളും പ്രാധാന്യം ഇപ്പോൾ കുറവാണ്. പല ആൾക്കാരും പല സമയത്തായിരിക്കും പേരിടുന്നത്. അതുപോലെ തന്നെയാണ് നൂൽകെട്ടൽ 28 എന്ന് പറയുന്നില്ലേ. പക്ഷെ പല സ്ഥലങ്ങളിലും 28-ന് ഭയങ്കരമായ ചടങ്ങുകളുണ്ട്. ഇതിൻ്റെ ആവശ്യകത ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? അമ്മ ഒന്ന് പറയാമോ? പറയാമല്ലോ. ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കളെയും ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണത്. ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഈ പേരിഷ്ടമുള്ളത് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ പേരൊക്കെ വെച്ചിടുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം മിക്കവരും ന്യൂമറോളജി അനുസരിച്ചാണ് പേരിടുന്നത്. അപ്പം ആ കുട്ടിക്ക് ലൈഫിൽ ഗുണം വേണം. അപ്പം ആ പേര് കൊണ്ട് നമ്മൾ പ്രശസ്തരാവാം, പേര് കൊണ്ട് ഇതാവാം. പിന്നെ ദൈവികമായ പേരിടുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഈ മഞ്ഞിൻ്റെ അങ്ങനെയൊക്കെ ഈ ഉണരു അങ്ങനത്തെ ഒക്കെ പേരുകളൊക്കെ അതിൻ്റെതായ അർത്ഥത്തിലിടുന്നവരുണ്ട്. സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കളെയും ആ കുടുംബത്തെ സംബന്ധിച്ച് ഒരു അവിസ്മരണീയമായൊരു ചടങ്ങാണ്. ആ കുഞ്ഞിനെ സംബന്ധിച്ചും ആദ്യത്തെ ഒരു ചടങ്ങാണ്. അപ്പോൾ കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് 28 ദിവസം എന്ന് പറയുമ്പം ഒരു മാസം, അതായത് ചന്ദ്രമാസം അനുസരിച്ച് 27ാമത്തെ ദിവസമാണ് ഒരു മാസം. ചന്ദ്രമാസം സൂര്യമാസം, നമ്മൾ സൂര്യമാസമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചന്ദ്രമാസമാണ് കുഞ്ഞിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 27 ദിവസം കഴിയുമ്പോൾ ഒരു മാസം കഴിഞ്ഞു. ആ കുട്ടി ജനിച്ചിട്ട് ഒരു ചന്ദ്രമാസം കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് പേരിടാം. പേരിടുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. പല ദിക്കിലും പല രീതിയിലാണ്. ഇപ്പോൾ ചില സമുദായങ്ങളിലൊക്കെ ആണെങ്കിൽ അമ്മാവൻ്റെ മടിയിൽ വെച്ച് പേരിടുക. അപ്പോൾ അമ്മാവൻ അത് മരുമക്കത്തായുള്ള സ്ഥലത്തായിരുന്നു. ഞാൻ ഇപ്പോഴും അതെ, അമ്മാവൻ്റെ മടിയിൽ വെച്ചിട്ട് പേരിടാം, അച്ഛൻ്റെ മടിയിൽ പേരിടുക. എന്തായാലും പുരുഷന്മാരുടെ മടിയിൽ വെച്ചാണ് കുട്ടിക്ക് പേരിടാറ്. അതെങ്ങനെയാണ് ചെയ്യാറ്? അച്ഛൻ്റെ ആയാലും അമ്മാവൻ്റെ ആയാലും മുത്തശ്ശൻ്റെ ആയാലും ആരുടെ ആയാലും. അപ്പോൾ പേരിടുമ്പോൾ ചില നമ്പൂതിരി സമുദായത്തിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ പേരിടുക. അപ്പം മിക്കവർക്കും നാരായണൻ എന്നൊക്കെ ആയിരിക്കും, നാരായണൻ ശങ്കരൻ എന്നൊക്കെ ആയിരിക്കും ഇടുക. അത് കഴിഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ പേരിടുന്നതിന് മുഹൂർത്തം നോക്കും. നല്ല മുഹൂർത്തം നോക്കിയിട്ടാണ്. 28-ന് മുഹൂർത്തം നോക്കേണ്ടതാണ് പഞ്ചാംഗത്തിൽ പറയുന്നത്. 28 എന്നാണോ അന്ന് നമുക്ക് കിട്ടാം. രാഹുവും ഗുളികനൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാം. അപ്പോൾ 28-ാം ദിവസത്തിന് പേരിടുമ്പോൾ ഈ പേരിന് അർത്ഥമുള്ള പേരായിരിക്കണം എന്നാണ് ആദ്യകാലങ്ങളിലൊക്കെ അർത്ഥമുള്ള പേരാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ന്യൂമറോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ആ കുട്ടി ജനിച്ച ഡേറ്റ്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, കുട്ടിയുടെ ടോട്ടൽ നമ്പർ 1 ആണ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ആ ടോട്ടൽ ചെയ്യുമ്പോൾ 1, അപ്പോൾ ആ ഡേറ്റും മാസവും വർഷവും കൂട്ടി 1 കിട്ടണമെങ്കിൽ സൂര്യനോട് ചേർന്ന പേരിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ആ 1 എന്നുള്ള അർത്ഥം വരുമ്പോൾ സൂര്യ തേജസ്സോടുള്ളവനായിരിക്കും, അഡ്മിൻ പവറുള്ളവനായിരിക്കും, ദ്വേഷമുണ്ടെങ്കിലായിരിക്കും. പക്ഷേ നല്ല കാര്യപ്രാപ്തിയും കഴിവുള്ളവനായിരിക്കും. നോക്കിക്കോളൂ, എവിടെയെങ്കിലും 1 നമ്പർ വന്നപോലെ ആരും മോശമായിട്ടില്ല. അവർക്ക് പ്രാധാന്യമുള്ള ദിവസം ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചയും 1 ദൈവമാണ് തീർച്ചയായിട്ടും ആ ദിവസത്തിലുള്ള പ്രാധാന്യമുള്ള പേരുള്ളൂ. സൂര്യൻ്റെയോ ശിവൻ്റെയോ ഒക്കെ പേരായിടുക. സൂര്യഭഗവാനെ പ്രതിനിധീകരിക്കുന്ന ശിവനാണെന്നാണ് പറയുന്നത്, മഹാദേവനാണെന്നാണ് പറയുന്നത്. അപ്പം ഈ പേരിനോട് ചേർന്ന് എനിക്ക് നല്ല പേരുകൾ ഇടാറ് സാധാരണയായിട്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഐശ്വര്യം ഉണ്ടാവും. പേര് കൊണ്ട് ഐശ്വര്യം ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്തായാലും. അപ്പം പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിലെ പേരുകളും എനിക്ക് പേരിട്ട എൻ്റെ അച്ഛൻ ലളിതാ സഹസ്രനാമത്തെ പേര് നോക്കിയിട്ടാണ് രാജ്യലക്ഷ്മി എന്ന് പേരിട്ടത്. അപ്പോൾ അങ്ങനെ ഓരോ ഇതിലും പേരിടുന്നത് ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനാണ് ഇടുന്നത്. എൻ്റെ മകനെ എനിക്ക് പേരിടാനായിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ഞാനും പല പേരും കണ്ടുവച്ചിരുന്നു. പക്ഷേ ഒരമ്മ ഞങ്ങൾ കുറച്ച് സഹായിച്ച സമയത്ത് ഇങ്ങനെ കുട്ടിയെ നോക്കാനൊക്കെ ആയിട്ട് ആ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പേരായിട്ടത്. മോശമില്ല അതുകൊണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും ഇഷ്ടമുണ്ടാവും. അന്ന് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ പേരാണോ ഒന്നും അറിയില്ല. എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഇഷ എന്ന പേരിട്ടത്, പാർവതിയുടെ പേരാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി ഇട്ടതാണ്. അത് ഈ കുട്ടി പെൺകുട്ടിയായപ്പോൾ ഇട്ടതാണ്. ഇഷ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ പേരാണ്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ന്യൂമറോളജി അനുസരിച്ചാണ് ഇടുന്നത്. രണ്ടാമത്തെ കുട്ടി മാധവ് എന്നിട്ടത്, അത് 3 വ്യാഴം. അപ്പം ടോട്ടൽ വന്നപ്പോൾ അങ്ങനെ ഒരു പേരിട്ടതാണ്. അങ്ങനെ ഓരോ ന്യൂമറോളജി വെച്ച പേരിട്ടാൽ ആ കുട്ടിക്ക് പ്രശസ്തിയും പദവിയും ഒക്കെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അത് മാത്രം ന്യൂമറോളജി മാത്രമായിട്ട് കാര്യമില്ല, കുട്ടിയുടെ ജാതകം ശരിയായിരിക്കണം. അത് ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ജാതകം എഴുതുന്നത് ജനിച്ച ശേഷമല്ല, വയറ്റിൽ എപ്പോൾ ഉത്ഭവിക്കുന്നു ആ സമയത്താണ്. ആ സമയത്തുള്ള വികാരങ്ങളും മനോവിചാരങ്ങളും എന്തൊക്കെയാണ് മാതാപിതാക്കൾ അതനുസരിച്ച് കുട്ടിയായിരിക്കുള്ളൂ. ഇപ്പോൾ പരദേവത, ഇപ്പോൾ മോഡേൺ ആൾക്കാർ പരദേവതയൊന്നും ഇല്ല. പരദേവത എന്ത് പരദേവത? അങ്ങനെ പരദേവത തൊടാത്ത ആൾക്കാരുണ്ടാവും. അച്ഛൻ വഴിയും അമ്മ വഴിയും. ചിലർ ഒരു അമ്മ വഴിയുള്ളൂ, അച്ഛൻ വഴി, അതൊന്നുമില്ല. 2 പേരുടെയും പരദേവതകളെ പ്രാർത്ഥിച്ച് ശേഷം മാത്രമേ കുട്ടി ഉണ്ടാവൂ. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഈ ചൊവ്വയുടെ പുഷ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു കുട്ടിയുടെ ജാതകത്തിൽ തുലാലഗ്നമാണ്, 7ാം ഭാവം ചൊവ്വ,
ആ ചൊവ്വ കർക്കിടകത്തിലാണ് നിൽക്കണമെങ്കിലോ അവൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ സംശയത്തിലായിരിക്കും, എല്ലാം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് പരദേവതയെ തൊഴാത്തതുകൊണ്ടും കാര്യങ്ങളൊക്കെയാണ്, പരദേവത പ്രീതി ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു ലേഡി ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കലും അച്ഛനോ അമ്മയോ സർപ്പത്തെ കൊല്ലാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടി ഇതുപോലെ ഗർഭിണിയായപ്പോൾ സർപ്പത്തെ കൊന്നിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ പാണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ സർപ്പശാപം എന്ന് പറയും, സർപ്പദോഷം. സർപ്പായിരിക്കില്ല, പാമ്പായിരിക്കും. അപ്പോൾ പാമ്പ് വീട്ടിൽ കയറി നമ്മൾ പാമ്പിനെ കൊല്ലും, സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ആ പിതാവ് ചെയ്യാൻ പാടില്ല. സ്ത്രീകളങ്ങനെ പാമ്പിനെ കൊല്ലാറില്ല, പക്ഷേ പിതാവ് കൊല്ലാൻ പാടില്ല. കൊന്നു കഴിഞ്ഞാൽ ആ ദോഷം നമുക്ക് അതിനെ മാത്രമല്ല, എലി ഒന്നിനും കൊല്ലാൻ പാടില്ല. നമ്മൾ ഗർഭാവസ്ഥ ഇരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ ഒരു ജീവികളെയും കൊല്ലാൻ പാടില്ല. അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് കുട്ടിക്ക് വരും. അപ്പോൾ പേരിടുന്നതിനെ പറ്റി അങ്ങനെ. പിന്നെ ചിലർ 28 കുട്ടിക്ക് പ്രീവെച്ചറൊക്കെ ആണെങ്കിൽ 28 90-ആം ദിവസം ഇടും. അപ്പം നമ്മൾ ശരിക്കും നോക്കി നല്ല ദിവസമാണ്, കുട്ടിക്ക് സ്യൂട്ടായ ദിവസമാണ്. കർത്തവ്യ ദോഷം എന്ന് പറയും. 3, 5, 7 അഷ്ടമരാശിക്കൂറ്, അമാവാസി, ചതുർദശി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പേരിടാനായിട്ട്. ചതുർദശി, അമാവാസി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ലൊരു ദിവസം നോക്കി മുഹൂർത്തം നോക്കിയിട്ടാണ് പേരിടുക. പ്രീമേച്ചറായ കുട്ടികൾക്ക് സാധാരണ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ 56 കിട്ടുന്നുണ്ട്, 90 കിട്ടുന്നുണ്ട്. അങ്ങനെ അത്ര അതിൽ കൂടുതലൊന്നും ചെയ്യാറില്ലാലോ, അത്ര വരെ പോകാറുള്ളൂ. ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന ന്യൂമറോളജി പ്രകാരം പേരിടുന്ന സമയത്ത് ഇന്ത്യൻ ന്യൂമറോളജി, ഹീബ്രു ന്യൂമറോളജി, വൈദികോറി സിദ്ധാന്തം, ഇങ്ങനെ പല രീതിയിലുള്ള സിസ്റ്റംസ് പലരും ഫോളോ ചെയ്യാറുണ്ട്. പല ജ്യോതിഷന്മാരും ഇന്ത്യൻ ന്യൂമറോളജിയുടെ ബേസ് ചെയ്ത് പോകുമ്പം അത്യാവശ്യം നല്ല റിസൾട്ടാണ്, ഭയങ്കര ആക്യുറസിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ലോക്ക് വൈസ് സെറ്റ് ആവുന്ന 28 ദിവസം കഴിഞ്ഞിട്ടല്ലേ? അപ്പോൾ ഈ നൂല് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പേരിടുന്ന ന്യൂമറോളജി ബേസിൽ പേരിടുമ്പോൾ ഈ രണ്ട് ശാസ്ത്രവും തമ്മിൽ എന്താണ് അത് യോജിച്ച് നോക്കണം. നമ്മളിപ്പം നമ്മുടെ മനസ്സിലൊരു പേരുണ്ടാവും, ആ പേരും ഈ ന്യൂമറോളജി ആയിട്ട് ചേർന്ന് നോക്കണം. ഇപ്പം നമ്മുടെ ഏറ്റവും ഇഷ്ടം പോലെ പേരുകളുണ്ടല്ലോ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം അതിലൊരു പേര് ഓർത്തിട്ട് നമുക്ക് അതിന് നമ്പറുകളൊക്കെ ഉണ്ട്. 1 എന്നത് അങ്ങനെയുണ്ട്. 27 ആൽഫബറ്റിനും ആ ആൽഫബറ്റിനൊക്കെ ഓരോരോ നമ്പേഴ്സ് ഉണ്ട്. 1, 2 അങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റും, പേരിടാൻ പറ്റും. എന്നിട്ട് ഈ പറയുന്ന ജ്യോതിഷമായിട്ട് കണക്ഷനാണല്ലോ. ജ്യോതിഷന്മാർ ന്യൂമറോളജി പഠിച്ചിരിക്കാറുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത് എല്ലാം. ഓഫീസിന് പേരിടുമ്പോഴും വീടിന് പേരിടുമ്പോഴും കടയ്ക്ക് വരുമ്പോൾ ഒക്കെ അങ്ങനത്തെ ഇപ്പൊ മിക്കവരും പോകുന്നുണ്ട്. അതെ, പലരും ഇപ്പൊ എടുക്കുന്ന മൊബൈൽ നമ്പർ ആണെങ്കിലും ഇപ്പൊ അത് നോക്കുന്നുണ്ട്. മൊബൈൽ നമ്പറിനകത്ത് പല ഡിജിറ്റ്സും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ ഭാഗ്യം അങ്ങനെ പറയുന്നുണ്ട്. പേരുമായിട്ട് അനുബന്ധിച്ചാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എടുക്കുന്ന വണ്ടികളുടെ നമ്പർ, പിന്നെ ഷോപ്സിന്റെ നമ്പർ, ഇങ്ങനെ പല സംഭവങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ന്യൂമറോളജി ജ്യോതിഷവുമായിട്ട് ഒരാളുടെ ഈ പറയുന്ന ഗ്രഹസ്ഥിതിയായിട്ട് നോക്കിയതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത് അല്ലേ? അത് വെറുതെ ഇടാതിരിക്കുക. അതൊക്കെ 27 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാലോ, ചെയ്യാമായിരിക്കും. സന്തോഷം. എന്തായാലും ഇപ്പോൾ പഴയതുപോലെ ഈ 28 ഈ പേരിടലൊന്നും പ്രശസ്തമല്ല, വളരെ ഒതുങ്ങി തീർത്ത് പോകുന്നൊരു സംഭവമാണ്. എല്ലാവർക്കും ആ ഒരു 28 ഭയങ്കര ആർഭാടമായി ആചാരങ്ങളോടെ ചെയ്യാൻ കഴിയട്ടെ. നന്ദി. അല്ല, പ്രചാരമുണ്ട് ഇപ്പോൾ ഹോളിലേക്ക് നടത്തുന്ന 28 ഹോളിൽ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ മുൻപ് ഈ പറയുന്ന ജ്യോതിഷപരമായി വിശ്വസിക്കുന്ന സമയങ്ങളിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയും എടുക്കാറില്ല. കുട്ടി 28 കഴിഞ്ഞാൽ എടുക്കാറുണ്ട്. പേര് പോലും വിളിക്കുന്നത് ഇതുപോലെ ഓരോ സിസ്റ്റം പ്രകാരമായിരിക്കും. പക്ഷെ ഇപ്പൊ പേര് പോലും വിളിക്കുന്നത് 28. അതെ. അങ്ങനെ പല രീതിയിലുള്ള സങ്കല്പങ്ങൾ എടുത്തുകൊണ്ട് എന്തായാലും ആ ഒരു സങ്കല്പം സത്യമായി സന്തോഷമായി മുന്നോട്ട് പോകട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.